ഹലോ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ കേളി ഹെയർ ഈ ജടയൊന്നും കുത്താതെ എങ്ങനെ നമുക്ക് വാഷ് ചെയ്തെടുക്കാം, ക്ലീൻ ചെയ്തെടുക്കാം എന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊരു 5-10 മിനിറ്റ് നല്ല രീതിയിൽ ഓയിൽ എടുത്തിട്ട് മസാജ് ചെയ്ത് വെക്കണം മുടി നല്ല രീതിയിൽ. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് പോലെ തന്നെ ആ ഒരു മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടിയിലോട്ട് നല്ല രീതിയിൽ വെള്ളം ആക്കിയെടുക്കുക. എല്ലാ സൈഡിലും വെള്ളം നല്ല പോലെ ആക്കിയെടുത്തിട്ട് ഒരു ചീപ്പ് എടുക്കുക. ചീപ്പ് നല്ല രീതിയിൽ വൈഡായിരിക്കണം. അതിൻ്റെ പല്ലുകൾ നല്ല വിടർന്നിട്ടുള്ള പല്ലുകളുള്ള ചീപ്പായിരിക്കണം. എന്നാൽ മാത്രമാണ് നല്ല സിമ്പിളായിട്ട് നമുക്ക് മുടി ചീകിയെടുക്കാൻ പറ്റുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ വെള്ളം തലയിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ മുടി ചീകിയെടുക്കാൻ സിമ്പിളായിട്ട് പറ്റും. നിങ്ങൾക്കിപ്പോൾ എൻ്റെ മുടി കാണാൻ സാധിക്കും. സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്പ്ലിറ്റ്നെസ് ഒഴിവാക്കിയിട്ട് മുടി ചീകിയെടുക്കാം. പിന്നെ എല്ലാ ദിവസവും ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ മുടി കഴുകരുത്. 2 ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രം മുടി എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വാഷ് ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മുടി കെട്ടറുത്തിട്ടുണ്ടോ എന്നുള്ളത്, കെട്ട് അഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വിരലുകൊണ്ട് നല്ല രീതിയിലൊന്ന് തിക്ക് ചെയ്തിട്ട് മസാജ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ മുടിയിലൂടെ വിരൽ പോരുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ലൊരു താളിയാണ്, അല്ലെങ്കിൽ ഷാമ്പു. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ വെച്ചിട്ടുള്ള ഒരു താളിയാണ്. ആ ഒരു താളി നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മുടിയിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 10-15 മിനിറ്റ് അത് അങ്ങനെ തന്നെ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് അത് മുടിയിൽ എല്ലായിടത്തും ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി 2 ദിവസമൊക്കെ കഴിയുമ്പോഴേ മുടി ക്ലീൻ ആക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങളും നോക്കണം. പുറത്തൊക്കെ പോയിട്ട് നല്ല രീതിയിൽ പൊടിയൊക്കെ കയറുകയാണെങ്കിൽ ആ ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുടി ഒന്ന് കഴുകി വൃത്തിയാക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. കാരണം മുടിയുടെ ഹെൽത്തും നമ്മൾ നല്ല രീതിയിൽ നോക്കണം. ഓക്കെ, താളിയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ എല്ലാ സൈഡും ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇത്രയുമാണ് നമ്മൾ താളി തേച്ച് നിൽക്കുമ്പോൾ ഉള്ള നമ്മുടെ മുടിയുടെ ഒരു കോലം. എൻ്റെ മുടിയുടെ ഒരു കോലം ഇത്രയാണ്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, വെള്ളം നല്ല രീതിയിൽ ഓൺ ചെയ്തിട്ട് നല്ല രീതിയിൽ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ താളി കളയുക. എന്നിട്ട് പിന്നെ ഈ ഒരു അവസ്ഥയിൽ മുടി നിൽക്കും. കണ്ടോ, താളിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കും. അതുപോലെ തന്നെ മുടി കുറച്ച് മാത്രമാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മുടി പോരുന്നത്. ഇതാണ് ഏറ്റവും അവസാനമായിട്ടുള്ള നമ്മുടെ ഒരു റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക. ഓക്കെ, ബൈ.